ഹലോ അസ്സാം വലൈക്കും. ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കൊണ്ടോട്ടി സ്റ്റൈൽ ചെമ്മീൻ കറിയിട്ടാണ്. ഇനി നമുക്ക് എന്തൊക്കെ ചേരുവകളെന്ന് നോക്കാം. ഒരു സവാള, ഒരു തക്കാളിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, 2-3 പച്ചമുളക് എരിവിനനുസരിച്ച്, ഇച്ചിരി ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, കറിവേപ്പില, പിന്നെ 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കോൺഫ്ലവർ, പിന്നെ പുളിവെള്ളം നേരത്തെ കുതിർത്തി പുളിവെള്ളം മാറ്റി വെച്ചതാണ്. പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടി, കുരുമുളക് പൊടി, ഉലുവ, പിന്നെ വെളിച്ചെണ്ണ. ഇപ്പം നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ എണ്ണ ചൂടായി വരുമ്പോൾ അതിലോട്ട് ഉലുവ ഇടുക, ചെറിയ ഉള്ളി, വലിയ ഉള്ളി ഇട്ട് നന്നായിട്ട് വഴറ്റുക. ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേക്കും അതിലോട്ട് വെളുത്തുള്ളി ആഡ് ചെയ്യാം. വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ അതിലോട്ട് തക്കാളി, പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മാറ്റി വെച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ വഴറ്റാം. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ച് പുളിവെള്ളം ഒഴിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിലോട്ട് നമുക്ക് ആവശ്യമുള്ള വെള്ളം, എത്രയാണോ നമുക്ക് ഗ്രേവി ആവശ്യം അത്രത്തോളം വെള്ളം ആഡ് ചെയ്യാം. പിന്നെ ഇതിലോട്ട് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റാണ് മല്ലിച്ചപ്പ്. ഇത് അതിൻ്റെ ഫ്ലേവറിനെ എൻഹാൻസ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. നമുക്കത് മൂടി വെച്ച് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. തിളച്ച് കഴിഞ്ഞ് അതിലോട്ട് നമുക്ക് ചെമ്മീൻ ആഡ് ചെയ്യാം. അങ്ങനെ ചെമ്മീൻ ആഡ് ചെയ്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. ഏകദേശം ഒരു തിള വരുമ്പോൾ കോൺഫ്ലവറിൻ്റെ ഈ വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെറുതായിട്ടൊന്ന് തിള വന്ന് കഴിയുമ്പോഴേക്കും നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടോ. അങ്ങനെ എനിക്ക് ഒട്ടും ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ ചൂടോടെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. ഒരു ഇച്ചിരി ചോറിലോട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിച്ചു നോക്കി. ഒരു രക്ഷയില്ല. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.